ബഹുമാനപ്പെട്ട നമ്മുടെ ഈ കരയോഗത്തിൻ്റെ ഒന്നാമത്തെ പൗരയും അധ്യക്ഷയുമായ ശ്രീമതി പ്രിയങ്ക മൈനാഗപ്പള്ളി, അതോടൊപ്പം തന്നെ നമ്മുടെ ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ സംസ്ഥാന ട്രഷറർ ശ്രീ ക്യാപിറ്റൽ വിജയൻ, നമ്മുടെ ബഹുമാനപ്പെട്ട കൊല്ലത്തിൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീ സന്തോഷ് കുമാർ, നമ്മുടെ കരയോഗത്തിൻ്റെ സെക്രട്ടറി കൂടിയായ നമ്മുടെ നാളെ ഗൾഫിലേക്ക് സുന്ദരമായ ഒരു യാത്രയ്ക്ക് സുമുഹൂർത്തം കുറിച്ച ശ്രീമാൻ അഖിൽ മൈനാഗപ്പള്ളി, നമ്മുടെ ട്രസ്റ്റിൻ്റെ സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായ ശ്രീമതി ഷീബ കല്ലിൻ്റെ, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സംഘടനയുടെ ഇവിടുത്തെ നട്ടല്ലായി ആദ്യം നമുക്ക് ഇതിനൊരു രൂപവും ഭാവവും ഒക്കെ ഓതിത്തന്ന ശ്രീമാൻ രാജേന്ദ്രൻ മൈനാഗപ്പള്ളി, നമ്മുടെ ബഹുമാനപ്പെട്ട രക്ഷാധികാരി ശ്രീ ഓമനക്കുട്ടൻ, അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ സഹോദരന്മാരെ, കുഞ്ഞനുജന്മാരെ, ജ്യേഷ്ഠന്മാരെ, എല്ലാവരോടും കൊല്ലം ജില്ലയുടെ പ്രാഥമികമായ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അടിത്തറയിട്ട ഒരു ഭാഗമാണ് മൈനാഗപ്പള്ളി എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. സംഘടന എത്രത്തോളം വിഷയകരമായ സാഹചര്യത്തിലൂടെയാണ് ഈ കരയോഗം നമ്മുടെ കൈകളിലേക്ക് എത്തിപ്പെട്ടതെന്നുള്ള കാര്യം നമുക്കറിയാം. ആ വന്നതിന് ശേഷം എങ്ങനെയാണ് ഈ കരയോഗം നിങ്ങൾ ഇന്നലെ വരെ പ്രവർത്തിച്ചിരുന്നത്, ഇന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾക്കറിയാം. മുൻകാലങ്ങൾ വെച്ച് നിങ്ങൾക്ക് തന്നെ തുലനം ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് ഒരു സുന്ദരമായ സായന്തനത്തിന് നമ്മൾ ഇന്ന് വിട പറയാൻ പോവുകയാണ് കുറച്ചുകൂടെ കഴിയുമ്പോൾ. അപ്പോൾ ഈ സംഘടനയുടെ ആധികാരികമായ ഒത്തിരി കാര്യങ്ങളെപ്പറ്റി ബഹുമാനപ്പെട്ട നമ്മുടെ സംസ്ഥാന ട്രഷറർ കൂടിയായ ശ്രീ ക്യാപിറ്റൽ വിജയൻ സാറ് കാര്യങ്ങളൊക്കെ നിങ്ങളെ ബോധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ഒരു അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് പറയാവുന്ന കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാം എന്നതാണ് എൻ്റെ വിശ്വാസം. ഞങ്ങളിവിടെ ക്ഷണിച്ചതിലൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ ഞങ്ങൾ വിചാരിച്ച് വല്ല ഇറച്ചിയും പൊറോട്ടയൊക്കെ കിട്ടുമെന്നാണ് വിചാരിച്ചത്. ബിരിയാണി ഒന്നും കിട്ടിയില്ല. അത് നല്ല വിശക്കുന്നു. ഒന്നും കഴിക്കാതെ ഞങ്ങൾ വന്നു. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എല്ലാം നല്ല സുന്ദരമായ നല്ല ഇറച്ചിയും പൊറോട്ടയൊക്കെ കിട്ടുന്നു. കുറേ വെള്ളം കൊണ്ടുവച്ചപ്പോൾ എൻ്റെ ഭാര്യ എന്നെ നോക്കിയാണ്, ഇതാണ് സ്ഥിതി. തമാശ പറഞ്ഞാണ്, ശരി ചുമ്മാ പറഞ്ഞാണ്. നിങ്ങളോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ട് മാത്രം പറഞ്ഞു. അതിലൊന്നും ഒരു വിഷയമില്ല. നിങ്ങൾ തരുന്ന ഈ വെള്ളം തന്നെയാണ് ഏറ്റവും പ്രബലവും സുന്ദരവുമായത്. അതിലപ്പുറം ഇനി നമുക്ക് പറയാനൊന്നുമില്ല. കാരണം നിങ്ങളുടെ ഈ പ്രവർത്തനം എത്ര തന്നെ പറഞ്ഞാലും മതി വരാത്ത ഒരു പ്രവർത്തനമാണ് മൈനാഗപ്പള്ളിയുടെ. എന്താണെന്ന് പറയാൻ കാരണം, സംഘടനയുടെ വളരെ വിഷയകരമായ ഘട്ടത്തിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ ആ സംഘടനയെ എങ്ങനെ നിലനിർത്തണമെന്ന് ഏറ്റവും അധികം ആത്മാർത്ഥമായി പ്രയത്നിച്ചവരാണ് ഞാൻ ഈ നേരത്തെ എടുത്തു പറഞ്ഞ ശ്രീമാൻ രാജേന്ദ്രൻ ചേട്ടൻ, ഓമനക്കുട്ടൻ ചേട്ടൻ, അതോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞനുജൻ നാളെ ഗൾഫിലേക്ക് പറക്കാൻ നിൽക്കുന്ന നമ്മുടെ അഖിൽ. പറയാൻ പറ്റില്ല കേട്ടോ, അദ്ദേഹത്തെ പറ്റി എത്ര തന്നെ പറഞ്ഞാൽ എന്നെ മിക്ക ദിവസവും വിളിക്കും സംഘടന ഇങ്ങനെ കൊണ്ടുപോകണം. ഇങ്ങനെ ഒരു ആവേശമാണ് ഇതിനോട്, ഒരു സമുദായത്തോടുള്ള ഒരു അർപ്പണബോധം നല്ലതുപോലെ ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് അങ്ങോട്ട് മാറിപ്പോകുമ്പോൾ എനിക്ക് സത്യത്തിൽ ഞാൻ നിലവിളക്കുന്ന സാക്ഷ്യത്തിൽ പറയുന്നത് വളരെയധികം വിഷമമുണ്ട്. പക്ഷേ ആ വിഷമം നമ്മളിൽ ഒതുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ചയും കൂടെ പൂർണ്ണമായാൽ മാത്രമേ ഈ കരയോഗത്തിൻ്റെ വളർച്ച സമ്പൂർണ്ണമാകുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ വളർച്ച പൂർണ്ണമായാൽ ഇത് സമ്പൂർണ്ണമാകും. കാരണം നമ്മളെ നിയന്ത്രിക്കുന്ന എല്ലാ ഘടകങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം നാളെ എന്തായാലും ഗൾഫിൽ പോയാൽ നിങ്ങളൊക്കെ പരമാവധി അത്യാവശ്യമൊക്കെ ഗൾഫിലെ ചില്ലറയൊക്കെ തന്ന് സഹായിക്കും എന്നുള്ള ഒരു വിശ്വാസവും കൂടെ കൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു മനസ്സൊക്കെ ഉള്ളൊരു കാര്യം. അതവിടെ നിൽക്കട്ടെ. പ്രിയപ്പെട്ടവരെ,